ടേസ്റ്റി ആയിട്ടുള്ളൊരു ലാമ്പ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. അതിന് വേണ്ടി ലാമ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു. ജിഞ്ചർ ഗാർലിക്, ടർമറിക് പൗഡർ. ജിഞ്ചർ ഗാർലിക് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് അതിലിട്ടൊന്ന് ചതച്ചെടുത്തു. നിങ്ങൾ ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കാം കേട്ടോ. കുക്ക് ചെയ്യുന്ന സോസ് പാൻ എടുത്തിട്ട് ഇതിലേക്ക് ടർമറിക് പൗഡർ, ക്രഷ് ചെയ്ത ജിഞ്ചർ ഗാർലിക് ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ ഒന്ന് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം വാട്ടർ ഒഴിച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സാൾട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി വീണ്ടും അടച്ച് വെക്കുക. അവിടെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് വരട്ടെ. ഈ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയൊക്കെ പീൽ ചെയ്ത് ഇതേപോലെ ചോപ്പ് ചെയ്ത് വെക്കുക. ഈ ഓൾ മസാലകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പൗഡേർഡ് മസാലയും ഇത് സീസണിങ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, നമ്മുടെ ലാമ്പ് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു പാൻ ചൂടാക്കി കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ജിഞ്ചർ ഗാർലിക് ഒന്ന് വഴറ്റിയ ശേഷം ചോപ്പ് ചെയ്ത് വെച്ച് ഓണിയൻ ഇട്ട് വഴറ്റുക. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സെയിം ടൈമിൽ തന്നെ വേറൊരു പാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഓൾ മസാല എല്ലാം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നമ്മുടെ ചെറിയുള്ളി അവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്ന ഓൾ മസാലയിൽ നിന്നൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ പൊടിച്ചെടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള പൗഡേർഡ് മസാലയും കൂടി ഇട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. കണ്ടോ, ഇതേപോലെ പൊടിച്ച് മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് വഴറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രീൻ ചില്ലി, കറി ലീഫ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമ്മൾ പൊടിച്ചുകൊണ്ട് വന്നില്ലേ ഇപ്പം, ആ മസാലകൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയ ശേഷം ഞാൻ സാൾട്ട് ഇട്ട് കൊടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് സാൾട്ടൊക്കെ ഇട്ട് വീണ്ടും നന്നായി വഴറ്റി കുക്ക് ചെയ്ത് വെച്ച ലാമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ലാമ്പ് മാത്രം മതി കേട്ടോ. ഗ്രേവി ഞാൻ അവിടെ വെച്ചിരിക്കുക കേട്ടോ. ഗ്രേവി ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഒൺലി മീറ്റ്. അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോഴേ ഈ മസാല നന്നായിട്ട് ഈ ലാമ്പ് മീറ്റ് പിടിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം നന്നായിട്ട് കുക്ക് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്രേവി ഒഴിച്ച് രണ്ടും കൂടെ ഒന്ന് കുക്ക് ചെയ്ത് വരുന്ന ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുകൊക്കെ ഒന്ന് വറുത്ത് എടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ ലാമ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കടുക് വറുത്തയും കൂടെ അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാമ്പ് കറി റെഡി. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ലാമ്പ് കിട്ടുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് എൻജോയ്.